സനോജ് എവിടെയാണുള്ളത്? എങ്ങനെ പുരോഗമിക്കുന്നു കൊട്ടിക്കലാശം? ജമ്മി അക്ഷരനഗരി അക്ഷരാർത്ഥത്തിൽ ചെങ്കടലായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാനിപ്പോൾ ഉള്ളത് തിരുനക്കരയിലെ ഗാന്ധി സ്ക്വയറിലാണ്. ഇവിടെയാണ് CPM-ന്റെ LDF സ്ഥാനാർത്ഥിയുടെ, കോട്ടയത്തെ LDF സ്ഥാനാർത്ഥിയുടെ കൊട്ടിക്കലാശം നടക്കുന്നത്. ഇപ്പോൾ ഞാനുള്ളത് സ്ഥാനാർത്ഥിക്കൊപ്പമാണ്. സ്ഥാനാർത്ഥി K. അനിൽകുമാർ എനിക്കൊപ്പം ചേരുകയാണ്. വലിയ ആവേശകരമാണ് പ്രവർത്തകരിൽ കാണാൻ കഴിയുന്നത്. ഈ ആവേശം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് കരുതുന്നുണ്ടോ? LDF തരംഗമാണ്. LDF തരംഗം എല്ലായിടത്തുണ്ട്. കോട്ടയത്ത് LDF തരംഗമാണ്. ആ അഭിമാനത്തിലാണ് കോട്ടയം മുന്നോട്ട് പോകുന്നത്. കോട്ടയം ഇക്കുറി മാറും. കോട്ടയം ഇക്കുറി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോട്ടയം ജില്ല കഴിഞ്ഞ തവണ മാറി. കോട്ടയം മണ്ഡലം ഇത്തവണ LDF പിടിച്ചെടുക്കും. ഇത് എല്ലാ പ്രദേശങ്ങളിൽ നിന്നുമുള്ള പ്രവർത്തകർ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി ഒരുമിച്ച് ഇവിടെ എത്തിയതാണോ? ഇടതുപക്ഷ ജനാധിപത്യത്തിന് അനുകൂലമായ ഒരു തരംഗമുണ്ട്. ആ തരംഗത്തിന്റെ ഭാഗമാണ് കോട്ടയത്ത് ഈ കാണുന്ന ശക്തി പ്രകടനം. വലിയ ആവേശകരമാണ്. ഒരുപാട് പ്രവർത്തകരുണ്ട്. തിരുനക്കരയിൽ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ചെങ്കടലായി മാറിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? കോട്ടയം പിടിച്ചെടുത്തു എന്ന് അഭിമാനിക്കാവുന്ന ഒരു മുന്നേറ്റം നടത്തി കഴിഞ്ഞു. ഷമ്മി, വലിയ ആവേശകരമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നൂറുകണക്കിന് പ്രവർത്തകരാണ് ഇവിടെ ഈ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി എത്തിച്ചേർന്നിട്ടുള്ളത്. സ്ഥാനാർത്ഥി K. അനിൽകുമാർ പറഞ്ഞത് ഈ പ്രവർത്തകരുടെ ആവേശം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറുമെന്നാണ്. അതുകൊണ്ട് കോട്ടയം ഇക്കുറി മാറും, കോട്ടയം ഇക്കുറി ചുമക്കുമെന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിലാണ് അനിൽകുമാർ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ ആവേശം ഈ തിരുനക്കരയുടെ ഹൃദയഭൂമിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. LDF-ന്റെയും UDF-ന്റെയും തീർച്ചയായും സനോജ്, അഡ്വക്കേറ്റ് K. അനിൽകുമാർ കോട്ടയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയക്കൊടി മാറിക്കും.